ഹലോ ഗായ്സ്, എല്ലാവർക്കും മായാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന 1 കിലോ കൂന്തലാണ്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ കൂന്തലിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. നമുക്കൊന്ന് ചട്ടി വെക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും വേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോഴത്തേക്കും 1 കിലോ കൂന്തലിന് ആവശ്യമായ 4 സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആയതിനു ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കും. നല്ലപോലെ ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കൂന്തല് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തല് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് റെഡിയായി വരുമ്പോഴത്തേക്ക് ഇതിന്റെ അരപ്പെല്ലാം കറക്റ്റ് ആകത്തുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല വേവുള്ളതാണ് കൂന്തലിന്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നല്ലപോലെ തിളച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് മൊത്തം നല്ലപോലെ പറ്റി നല്ല വരണ്ട് വരണം. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗ്രാമ്പു, കറുവ, ഏലക്ക എല്ലാം കൂടെ പൊടിച്ചു വെച്ചതാണ്. അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർക്കേണ്ടവർക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന വിനാഗിരിയാണ്. വിനാഗിരി ആകുമ്പോൾ നല്ലപോലെ വേവും കൂന്തല്. അതിനാണ് വിനാഗിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും കുറച്ചുകൂടി ഫ്രൈഡായി വരാനുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടണം.